പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ലോക രാഷ്ട്രീയത്തെ വല്ലാതെ ഉലയ്ക്കുന്ന ഒരു വൻ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജീവന് നേരെ ഇറാന്റെ ഭാഗത്ത് നിന്നും കടുത്ത ഭീഷണിയുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ട്രംപിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഈ വധശ്രമ പദ്ധതിയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്ന ഈ വിവരങ്ങളുടെ പൂർണ്ണ രൂപം എന്താണെന്ന് നോക്കാം. അതായത് തന്റെ ജീവൻ എടുക്കാൻ ശത്രുക്കൾ പദ്ധതിയിടുന്നു എന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പിനോട് വളരെ താല്പര്യത്തോടെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ശത്രുക്കളുടെ എല്ലാ ഹിറ്റ് ലിസ്റ്റുകളിലും തന്റെ പേര് ഒന്നാമതുണ്ട് എന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് താൻ കാണുന്നത് എന്ന് നെതന്യാഹുവിനോട് ട്രംപ് പറയുകയുണ്ടായി. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ഈ ഒരു പുതിയ നീക്കങ്ങൾക്ക് പിന്നിൽ കടുത്ത പ്രതികാര ബുദ്ധിയാണുള്ളത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനിയുടെ വധത്തിന് ശേഷമുള്ള കടുത്ത ജനരോഷമാണ് ഇപ്പോൾ ഈ ഒരു വധശ്രമ പദ്ധതിക്ക് പിന്നിലെന്നാണ് സൂചന. അദ്ദേഹത്തിന്റെ ജന്മദേശമായിട്ടുള്ള മഷാദിൽ ഖബറടക്ക ചടങ്ങുകൾ പൂർത്തിയായതോടെ ട്രംപിനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമണം നടത്താനാണ് ഇറാന്റെ ആലോചനയെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. മുൻപ് പെൻസിൽവാനിയയിൽ വെച്ച് നടന്ന ട്രംപിന് നേരെ ഉണ്ടായ വധശ്രമത്തിന് പിന്നിലും ഫ്ലോറിഡയിലെ മർലാഗോയിലെ അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിക്ക് സമീപമുണ്ടായ സുരക്ഷാ വീഴ്ചകൾക്ക് പിന്നിലും ഇറാന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ട് എന്നാണ് ഇസ്രായേൽ അമേരിക്കയ്ക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ട്രംപിന്റെ ഇത്തരം സുരക്ഷാ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി ഇസ്രായേൽ അത് അമേരിക്ക ഇറാനെതിരെ തിരിക്കാൻ ഉപയോഗിക്കുകയാണ് എന്നാണ് ഇറാൻ കരുതുന്നത്. തനിക്കെതിരെ ഏതെങ്കിലും നീക്കം ഉണ്ടായാൽ ഇറാനെ ഭസ്മമാക്കുമെന്നാണ് ഓരോ വേദിയിലും ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇറാൻ എന്ന ഒരു രാജ്യം തന്നെ ലോക ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും അമേരിക്കയുടെ കൈകളിലാണ് എന്നും US അവകാശപ്പെടുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ സംരക്ഷണയിലാണ് ഇതുവരെ 100 കണക്കിന് കപ്പലുകൾ സുരക്ഷിതമായിട്ട് കടന്നു പോയത് എന്നാണ് വൈറ്റ് ഹൗസിന്റെ വാദം. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലായി തങ്ങൾ ഇറാനിൽ പുതിയ ആക്രമണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് അമേരിക്ക ഔദ്യോഗികമായിട്ട് പറയുന്നത്. എന്നാൽ ഇറാന്റെ പ്രധാന ആണവ നിലയമായിട്ടുള്ള ബുഷേറിന് സമീപം ശക്തമായിട്ടുള്ള സ്ഫോടനം ഉണ്ടായതായിട്ട് വാർത്തകൾ പരക്കുന്നുണ്ട്. അമേരിക്കയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേൽ തന്നെയാണോ ഈ ആണവ നിലയത്തിന് നേരെ രഹസ്യ ആക്രമണം നടത്തിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ പുതിയ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത് തങ്ങൾ ഇറാനുമായി നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് പൂർണ്ണ സജ്ജരായിട്ട് നിൽക്കുകയാണ് എന്നാണ്. നിലവിൽ ഗസ, വെസ്റ്റ് ബാങ്ക്, ലെബനൻ, സിറിയൻ അതിർത്തികൾ എന്നിവിടങ്ങളിലെല്ലാം ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം ശക്തമായിട്ട് തുടരുകയാണ്. ഇറാന്റെ 90ഓളം കേന്ദ്രങ്ങളിലാണ് ഇതിനോടകം തന്നെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമണം നടത്തിയിട്ടുള്ളത്. മഷാദിലേക്കുള്ള വഴിയിലെ 2 പ്രധാന പാലങ്ങളും കൂടാതെ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളിലേക്ക് ഇറാനിൽ നിന്നുള്ള പാതകളിലെ പാലങ്ങളും ആക്രമണത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഇറാനെ കടുത്ത രോഷത്തിലാക്കിയിരിക്കുകയാണ്. യുദ്ധം തുടങ്ങിയ ശേഷം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്ന പ്രതിഭാസമാണ് കാണുന്നത്. ഒമാന്റെ പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പശ്ചിമേഷ്യ ഇപ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ്. ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന് കിടക്കുന്ന ഗൾഫ് മേഖലയിലാകെ വലിയ ആശങ്കയാണ് ഈ സാഹചര്യം ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ജൂൺ 17 മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് 60 ദിവസത്തെ വെടിനിർത്തലും ഉപരോധങ്ങൾ നീക്കലും ഉൾപ്പെടെയുള്ള 14 ഇനങ്ങൾ അടങ്ങിയ ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവെച്ചിരുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ എന്ന പോലെ ഇത്തവണയും സമാധാന കരാറുകൾ ലംഘിക്കാൻ അമേരിക്ക ഭരണകൂടം മടിച്ചില്ല. തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷയ്ക്ക് തങ്ങൾ മാത്രമാണ് ഉത്തരവാദികൾ എന്ന ഇറാന്റെ പ്രഖ്യാപനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യം ഇറാനിയൻ തീരുമാനങ്ങളിൽ കടുത്ത വ്യോമാക്രമണം അഴിച്ചുവിട്ടു. അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ വെച്ച് വെടിനിർത്തൽ കരാർ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമാധികാരത്തെയും ഭരണ നേതാക്കളെയും അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത്. ഇറാൻ ഭരണകൂടത്തെ മാലിന്യങ്ങളെന്നും മാനസിക രോഗികളെന്നും വിളിച്ച് ട്രംപ് തന്റെ നയതന്ത്ര പാപ്പരത്വം പരസ്യമാക്കി. ഇതിന് തക്കതായിട്ടുള്ള മറുപടിയാണ് അരാഗ്ചി ചെയ്തത്. അതായത് അബ്ബാസ് അരാഗ്ചിയാണ് അക്കാര്യത്തിനുള്ള മറുപടി കൊടുത്തത്. ഇത്തരം അശ്ലീലപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾക്ക് വാക്കുകൾ കൊണ്ടല്ല
മറിച്ച് കളത്തിലെ ധീരമായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ടായിരിക്കും ഇറാൻ മറുപടി നൽകുക എന്നാണ് അദ്ദേഹം എക്സിലൂടെ വ്യക്തമാക്കിയത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വന്നത്. പരമോന്നത നേതാവിന്റെ ശവസംസ്കാരം നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകളിൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയും പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ സൈന്യം വൻതോതിൽ ബോംബാക്രമണം നടത്തി. ഇറാന്റെ പ്രധാന ആണവ നിലയങ്ങളിലൊന്നായ ബുഹഷറിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ചോഡക്, തെക്കൻ തുറമുഖമായിട്ടുള്ള അല്ലെങ്കിൽ നഗരമായിട്ടുള്ള കൊണാരക് എന്നിവിടങ്ങളിലും ശക്തമായിട്ടുള്ള സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സൈനിക ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചറുകളും ഉൾപ്പെടെ 90ഓളം സൈനിക ലക്ഷ്യങ്ങൾ തകർത്തതായിട്ട് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 2 ദിവസത്തെ പാശ്ചാത്യ ആക്രമണങ്ങളിൽ മാത്രം 5 പ്രവിശ്യകളിലായി 14 നിരപരാധികളായിട്ടുള്ള ഇറാനിയൻ പൗരന്മാർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ ആക്രമണത്തിൽ തെക്ക് കിഴക്കൻ നഗരമായിട്ടുള്ള ചമ്പാഹാറിലെ പ്രധാന തുറമുഖത്തിന്റെ കൺട്രോൾ ടവറിന് കേടുപാടുകൾ സംഭവിക്കുകയും അവിടുത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ ബുഷഹറിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ ബാരക്കുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. അമേരിക്കൻ ഭരണകൂടത്തെ ദുഷ്ടവും മനോരോഗവും ബാധിച്ച ഒന്ന് എന്ന് വിശേഷിപ്പിച്ച ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഈ ഒരു ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും ഗുരുതരമായിട്ടുള്ള യുദ്ധക്കുറ്റവുമാണ് എന്ന് ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി. അമേരിക്കയുടെ കടന്നാക്രമണങ്ങൾക്ക് മുന്നിൽ നിശബ്ദരായിരിക്കാൻ ഇറാൻ തയ്യാറല്ല. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ജോർദാൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ തങ്ങളുടെ അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ച് ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം നടത്തി. ബഹ്റൈൻ തലസ്ഥാനമായിട്ടുള്ള മനാമയിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ച് സ്ഫോടനങ്ങൾ ഉണ്ടായപ്പോൾ കുവൈറ്റും ഖത്തറും ഭീതിയോടെയാണ് ഇറാന്റെ സൈനിക ശക്തിയെ നേരിട്ടത്. ബന്ദർ അബ്ബാസ്, സിരിക്ക്, ജാസ്ക് തുറമുഖങ്ങളിൽ നിന്നും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായി തർക്കമുള്ള അബൂ മൂസ ദ്വീപിൽ നിന്നും ഇറാൻ തൊടുത്ത പ്രൊജക്ടൈലുകൾ അമേരിക്കൻ താവളങ്ങളുടെ ഉറക്കം കെടുത്തി. ഈ കടുത്ത ചെറുത്തുനിൽപ്പ് ആഗോള സാമ്പത്തിക മേഖലയുടെ ജീവനാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചു. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രതിദിനം 130 കപ്പലുകൾ വരെ സഞ്ചരിച്ചിരുന്ന ഈ ഒരു സുപ്രധാന ജലപാതയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന കപ്പലുകളുടെ എണ്ണം ഒരൊറ്റ അക്കത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര സംഘടനയായിട്ടുള്ള ഇന്റർടാങ്കോ വ്യക്തമാക്കുന്നു. ഇറാന്റെ പാർലമെന്ററി സ്പീക്കറും മുഖ്യ ചർച്ചാ സംഘവും തലവനുമായിട്ടുള്ള മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പ്രഖ്യാപിച്ചത് ഭീഷണിപ്പെടുത്തലും വാഗ്ദാന ലംഘനവും ഇനി ചെലവ് കുറഞ്ഞതല്ല എന്ന് അമേരിക്ക എപ്പോഴും പഠിച്ചിട്ടില്ല എന്നാണ്. ഹോർമുസ് കടലിടുക്ക് ഇനി അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ തുറക്കില്ലെന്നും ഇറാന്റെ പരമാധികാര വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് മാത്രമേ തുറക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശ ശ്രമങ്ങളെ സ്വന്തം മണ്ണിൽ ചോറ് ചിന്തി ചെറുക്കുന്ന ഇറാന്റെ പോരാട്ട വീര്യം ലോക ചരിത്രത്തിൽ സമാനതകളില്ലാതെ മുന്നേറുകയാണ്. ഇവിടെയാണ് വലിയ രീതിയിലുള്ള ഭയം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉടലെടുക്കുന്നത്. പശ്ചിമേഷ്യയുടെ സമാധാനം എന്ന് പറയുന്നത് അകലെയാവുകയാണ്. യുദ്ധം വീണ്ടും കൂർക്കുമ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ആഘാതം വീണ്ടും കൂടുമ്പോൾ വലിയ രീതിയിലുള്ള പ്രയാസം തന്നെയാണ് അവിടെ നിൽക്കുന്ന ഗൾഫിലെ പലരും അനുഭവിക്കുന്നത്. എന്തായാലും പ്രവാസി മലയാളികളടക്കം നിരവധി പേരാണ് അവിടെ ജോലിക്കും അല്ലെങ്കിൽ പഠനത്തിനുമായിട്ട് പോകുന്നത്. അവർക്ക് വലിയൊരു വെല്ലുവിളിയായിട്ട് യുദ്ധം വീണ്ടും മാറിയിരിക്കുകയാണ്.